എനിക്ക് എന്നെയും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ശിവനാഥൻ്റെ അനുജൻ എനിക്ക് വേണ്ടി അപ്പോൾ എനിക്ക് സ്കൂളിൽ ഒരു ജോലിക്ക് വേണ്ടി നോക്കി. പിന്നെ പയ്യോളിയിൽ അങ്ങനെ പയ്യോളി പിന്നെ ഞങ്ങൾ ചെന്ന് അവർ പറഞ്ഞ് പിന്നെ അപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഒരാൾ രാജി വെച്ച് പോകും. അയാൾക്ക് എന്തോ കടം വന്നിട്ട് അയാൾക്ക് പൈസക്ക് തിടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അയാൾക്ക് ഈ ജോലി രാജി വെച്ച് പോകണം, എന്നാൽ പൈസ കിട്ടും അയാൾക്ക്. നമ്മളോട് പൈസ വാങ്ങാം. അങ്ങനെ ഈ ജോലി വേണ്ടാന്ന് വെച്ച് പോവുകയാണ് അയാൾ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ബുധനാഴ്ച മറ്റന്നാൾ നിങ്ങൾ പൈസയായിട്ട് വന്നില്ലെങ്കിൽ ഞാനൊരു കഷ്ണം കയറെടുത്ത് തൂങ്ങി വരയ്ക്കേണ്ടി വരും. ഇയാൾ പറയാ ഈ പിരിഞ്ഞ് പോകേണ്ട അധ്യാപകൻ പറയാ. എന്നിട്ട് ഞാൻ ചേർന്നെങ്കിൽ ഞാനൊരു കഷ്ണം കയറെടുത്ത് തൂങ്ങി വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ മറ്റന്നാൾ പൈസ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ 3 ദിവസം കൊണ്ടൊക്കെ അന്നത്തെ ചെറിയ പിന്നെ വലിയ പൈസ അന്ന് 3000 എന്നോ പറഞ്ഞാൽ 3000 ഇന്ന് 30 ലക്ഷം. ആ സ്ഥാനത്ത് 30 ലക്ഷമാണ് അതായത് 50 വർഷം മുൻപുള്ള കഥയായി പറഞ്ഞത്. അന്ന് 3000 ഒരു പോസ്റ്റിന്. അല്ല, അന്ന് 30 ലക്ഷമാണ്. ഇന്ന് നല്ലൊരു പെർമനന്റ് പോസ്റ്റിന് 30 ലക്ഷം റുപ്യ കൊടുക്കണം. ആ സ്ഥാനത്ത് അന്ന് 3000. അതായത് പൈസൻ്റെ മൂല്യം കുറഞ്ഞതാണ്. 50 വർഷം അപ്പുറമാണ് പറയുന്നത്. ഈ പറമ്പ് നിൽക്കുന്ന ഈ 16 സെൻറ്റ് സ്ഥലം ഞാനെടുത്ത് 3000 റുപ്യക്ക 3000 റുപ്യക്ക് ഇന്ന് 30 ലക്ഷം റുപ്യ എടുത്താൽ കിട്ടൂല. 16 സെൻറ്റ് കിട്ടൂല. 16 2 32 2 ലക്ഷമാണെങ്കിൽ എത്രയായി? 32 ലക്ഷമായില്ലേ? അപ്പോൾ അന്ന് എൻ്റെ പൈസൻ്റെ മൂല്യത്തിൻ്റെ വ്യത്യാസമാണത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ എവിടെ നിന്ന് കിട്ടാനാണ് 30 ലക്ഷം 3 ദിവസം കൊണ്ട്? അങ്ങനെ എവിടെല്ലോ ആക്കി കാണ്ടം വാങ്ങി പലിശക്ക് വാങ്ങി പൊന്ന് വിറ്റ് എല്ലാം കൂടി പൈസ ഉണ്ടാക്കി ഞങ്ങൾ ഈ പൈസക്ക് വേണ്ടി ഓടുന്ന സമയത്ത് ശിവമുരുകായി എൻ്റെ വീട്ടിലുള്ളത്. വീട്ടിലുണ്ട്. അതായത് അന്ന് ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ചെന്ന് ഈ വീട്ടിൽ താമസിക്കുമ്പോൾ പിന്നെ 2 ദിവസം അവിടെ താമസിച്ചു. ഇഷ്ടപ്പെട്ടവന് അപ്പോൾക്ക് നിങ്ങൾ വന്നിട്ട് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോരും. അപ്പോൾക്ക് അയാൾ വന്ന് അയാളുടെ കൂടെ അങ്ങോട്ട് പോരും. അങ്ങനത്തെ പിന്നടുത്ത് പോകും. അങ്ങനത്തെ സ്വഭാവമാണ്. അങ്ങനെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ആ വീടാ അന്ന് തറവാട്. പിന്നെ ഇതുണ്ടാക്കി ഉണ്ടാക്കി താമസിച്ചത് ആ വീട്ടിൽ ഞങ്ങൾ താമസം. അപ്പോൾ ബാപ്പയും ഞാനും പൈസക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ സൈനദി മുസ്ലിയാർ ഞങ്ങളോട് പറഞ്ഞ് ഇക്കാനോട് പറയണ്ട, ഇപ്പോൾ ഇങ്ങനെ സ്കൂളിൽ ചേരാൻ പോവാണ്, ചിലപ്പം ഇത് പറയും പോകണ്ടെന്ന് പറയും. പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും, അതുകൊണ്ട് മിണ്ടണ്ടെന്ന് പറഞ്ഞു സൈനദിൻ്റെ അനിയൻ പറഞ്ഞു. അപ്പോൾ സംഗതി ശരിയാ, അങ്ങനെ പറയും ചിലപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പുരയുണ്ടാവില്ലല്ലോ, ആളുകൾ ധാരാളം വരുന്നു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഞാനും ഭാവിയും പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഒരിക്കൽ ചോദിച്ച് എന്താ അമ്മദിക്കാക്ക് ഒരു തിരക്ക് എന്ന് ചോദിച്ചു. പാപ്പൻ്റെ ഒരു അമ്മദിക്കാക്ക് എന്താ ഒരു തിരക്ക് എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു പാപ്പ. അവൻ പറഞ്ഞു പാപ്പ ഇറങ്ങി പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ ഈ പറയുന്ന ബുധനാഴ്ചക്ക് ഞങ്ങൾ പൈസ ഒപ്പിച്ച് അവിടെ ചെന്നപ്പോൾ മറ്റേയാൾ അന്ന് ചെന്നില്ല, ആൾ തൂങ്ങിയരിച്ചു എന്ന് പറഞ്ഞല്ലേ. അവിടുത്തെ ഹെഡ്മാഷ് പറഞ്ഞു ഇവനെ പിരിയാൻ ഞാൻ സമ്മതിക്കൂല. പിരിയാൻ ഞാൻ സമ്മതിക്കൂല. അയാൾ പറയാൻ കാരണം വെച്ചാൽ എന്താ, ഇയാൾ ജോലി റിസൈൻ ചെയ്താൽ ഇയാൾക്ക് അന്നത്തെ 1000 കണക്ക് ഇന്നത്തെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരും. സർവീസ് കാലം മുഴുവൻ അങ്ങോട്ട് കൂട്ടിയാൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം ഇയാൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. ആര്? ഹെഡ്മാഷൊക്കെ പറയാൻ അധികാരമൊന്നുമില്ല. പക്ഷേ ഹെഡ്മാഷ് അമ്മൂൻ്റെതാണ് സ്കൂള്. അപ്പോൾ ഹെഡ്മാഷയ്ക്ക് വലിയ സ്വാധീനം അവിടെ. അപ്പോൾ പിന്നെ ഹെഡ്മാഷ് സമ്മതിച്ചില്ല. അങ്ങനെ ഇവനും ഈ പിരിയേണ്ട ആളുണ്ടല്ലോ, ഇയാൾ കഷ്ടത്തിലല്ലേ, അയാൾ പല വഴിക്ക് ഓടി ഹെഡ്മാഷോട് ശുപാർശ പറഞ്ഞു നോക്കി, പലരെയും കൊണ്ട്. അയാൾ സമ്മതിച്ചില്ല. ആ പൈസയും ബാഗും കൊണ്ട് ഞങ്ങൾ കണ്ണീരോടെ തിരിച്ചു പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൈസക്ക് ഞങ്ങൾ എത്ര പലിശ കൊടുക്കേണ്ടി വന്നറിയോ, എത്ര നഷ്ടപ്പെടുത്തിയാൽ മതിയോ.
പൈസ കൊടുത്തിരുന്നെങ്കിൽ പൈസ അല്ല ആ പൈസ അയാൾ ഈ അധ്യാപകന് കൊടുത്തിരുന്നെങ്കിൽ ആ അധ്യാപകത്തിന് ഞങ്ങൾ ഒരുപാട് നഷ്ടം. അതേസമയം ജോലി കിട്ടിയാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഇത് ജോലി ഇല്ലാണ്ടിരുന്നാൽ പിറ്റേന്ന് ഞങ്ങൾ കോഴിക്കോട്ട് പോയിട്ട് പൊന്ന് വിറ്റവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പം പൈസക്ക് ആവശ്യമുണ്ട്, പൊന്ന് ഞങ്ങൾ തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. പൊന്ന് തിരിച്ചു തരണമെന്ന്. പൊന്ന് അതൊക്കെ ഞങ്ങൾ ഒരുക്കിപ്പോയി, അവൻ തരൂല എന്നാണ്. അങ്ങനെ കഷ്ടത്തിലായിപ്പോയി. അപ്പോൾ സംഭവം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അന്ന് ഉസ്താദ് ചോദിച്ചത് എന്താ തിരക്ക്. ആ തിരക്ക് നമ്മൾ തിരക്ക് കൂട്ടിയത് കൊണ്ടാണ്, ഉസ്താദിനോട് പറയാണ്ട് തിരക്ക് കൂട്ടിയത് കൊണ്ടാണ് ഈ അനുഭവം ഉണ്ടായത്. അതേ സമയത്ത് അതിൻ്റെ തമാശ എന്താണെന്ന് പറഞ്ഞാൽ, ഈ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ ആടിന് മാസങ്ങൾ കഴിഞ്ഞതിന് മുമ്പ് ആടിന് ജോലി ഒഴിവാക്കി വേറെ ആൾ ചേർന്ന് അവിടെ. അതെന്താന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ വേറെ ഏതോ സ്ഥലത്ത് ജോലി കിട്ടി. മറ്റേ ഇയാൾ ജോലി ഇല്ലാണ്ട് ഇറങ്ങിപ്പോവാണല്ലോ. അപ്പോൾ ഹെഡ് മാസ്റ്റർ സമ്മതിച്ച്. അപ്പോൾ അയാൾക്ക് കുഴപ്പം വരുന്നില്ല. അപ്പോൾ അതാണ് നമ്മളനുഭവം. അങ്ങനെ നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ അവിടെ ചോദിച്ചെന്താ തിരക്കുന്നു. തിരക്കുന്നു. നമ്മൾ മറച്ചു വെച്ചു. അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അതിന് പരിഹാരമായിരുന്നു. പറയാത്തതുകൊണ്ട്. പക്ഷെ അത് അങ്ങനെയാണെങ്കിലും അതെൻ്റെ ജീവിതത്തിൽ ആ മാറ്റം. പിന്നെ ഞാൻ നാദാവത്ത് പോയി ചേർന്നു, നാദാവത്ത് സ്കൂള്. പിന്നെ അങ്ങനെയാണെങ്കിൽ അതെനിക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങളുണ്ടായിട്ടുണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ചേർന്നതിനേക്കാൾ വലിയ കാര്യം നേട്ടം എനിക്ക് അവിടെ ചേർന്നുകൊണ്ടുണ്ടായിട്ടുണ്ട്. അതും കൂടിയായിരിക്കാം സിഎമ്മിനെ നോക്കിയത്. അതേപോലെ തന്നെ സിഎം വലിയുള്ളടത്ത് പോകുന്ന സമയത്ത് ഷെയ്ഖുനായുടെ ഇബാദത്തിൻ്റെ രീതികൾ പിന്നെ വളരെ കണിശ ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ അന്നേരം തന്നെ. മുത്താലിമീങ്ങളോട് എങ്ങനെയായിരുന്നു? വളരെ നല്ല ഇതാണ്, സ്നേഹമായിരുന്നു. ഇബാദത്തിൻ്റെ വിഷയവും പിന്നെ വളരെ നിഷ്കർഷിക്കായിരുന്നു. ഇബാദത്തിൻ്റെ വളരെ പിന്നെ നിഷ്കർഷിക്കും. ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ കർശനമാക്കും വെച്ചാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കാണ്ടൊന്നും വിടൂല. നാട്ടുകാരായ ഞങ്ങൾ പോലത്തെ വിദ്യാർത്ഥികൾ പോലും പിന്നെ റവാത്തി സുന്നത്ത് നിസ്കരിക്കാണ്ട് ഒരേ പോകാൻ മതിക്കൂല. അങ്ങനത്തെ ഒരു നാട്ടുകാരായ മുത്താലിമീങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിക്കുന്ന മുത്താലിമീങ്ങളോടെല്ലാം റവാത്തിബ് സുന്നത്തും നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ സിഎം വലിയുള്ളാഹിയുടെ ക്ലാസ് എടുക്കുന്നതൊക്കെ ശൈലി എങ്ങനെയായിരുന്നു? ക്ലാസ് എടുക്കുന്ന ശൈലി എന്ന് പറഞ്ഞാൽ അത് അന്നൊക്കെ കുറച്ച് കുട്ടികളുണ്ടോ ഉണ്ടാവുക ഓരോന്നിനും. പിന്നെ സബുക്കാർ പിന്നെ കുറേ വിദ്യാർത്ഥികളല്ലേ, അത് അധികം ഉസ്താദ് തന്നെയാണ്. ഇപ്പം ഞാനൊക്കെ ചെറിയ മുട്ടവലി തോന്നുന്നുണ്ടെങ്കിലും അത് ഉസ്താദ് തന്നെ കൈകാര്യം ചെയ്യും. മറ്റു വേറെ ആൾക്കാർ ഏൽപ്പിക്കുന്ന പതിവ് കുറവായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളെയും ഉസ്താദിനെ നേരിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനായിരിക്കും, നിയന്ത്രിക്കാനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് വരെ ഉസ്താദ് നേരിട്ടായിരുന്നു തന്നത്. ഞാൻ മുത്തവലി പിന്നെ നൂറുൽ അബ്സാറൊക്കെ പഠിക്കുന്നത്. പിന്നെ ഷെയ്ഖുന ദർസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയി കാണലുണ്ടാവും മൂപ്പൻ്റെ വീട്ടിലൊക്കെ. അപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? അന്ന് പിന്നെ ആദ്യമായിട്ട് പോയ ഉടനെ പിന്നെ തീരെ ഭക്ഷണമൊക്കെ ഒഴിവാക്കുകയും പിന്നെ അന്ന് പറയുന്നിട്ട് ഒരു ദിവസം ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ച് ഒരു വെള്ള വസ്ത്രം ഒരു തണുമൽ ഇങ്ങനെ വിരിച്ച് അതിൽ നിന്ന് ഞാൻ ഈ ഭാഗത്തെടുത്ത് കുത്തിരിക്കുകയായിരുന്നു. പിന്നെ ആരുമായിട്ടും അധികം ആളുമായിട്ടും ബന്ധമില്ല. വീട്ടിൽ ഉമ്മനോട് വരെ പിന്നെ സംസാരിക്കില്ല. വീട്ടിൽ നിന്ന് ഉമ്മ വേറെ പോവില്ല. പിന്നെ പോവില്ല എനിക്കറിയാലേ. പിന്നെ സംസാരിക്കൂല എന്ന് കേട്ടാൽ പ്രിയപ്പെട്ടവർ പോവില്ലല്ലോ. ഉമ്മ എന്നിട്ട് സംസാരിക്കാത്ത അനുഭവസ്ഥര് പറഞ്ഞിരിക്കണം. ഞാൻ പിന്നെ അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് ശരീരം കണ്ടു കാണിച്ചാൽ എരിഞ്ഞൊട്ടിയൊക്കെ വല്ലാതെ ആയിപ്പോയിക്കാണ്. പിന്നെ ഞാൻ പോവില്ലായിരുന്നു അന്നേരം. ഞാൻ പോകാത്തതെന്ന് വെച്ചാൽ പോയിട്ട് പലരോടും സംസാരിക്കുന്നില്ല എന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ പോയിരുന്നത്. അങ്ങനെ ബാപ്പ പോയി.
അപ്പോൾ പോയപ്പോൾ ഓനോട് വരാൻ പറയും, എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ. അപ്പോൾ അത് കേട്ടോ ഞാൻ സന്തോഷം, ഞാൻ പോയി. പിന്നെ എന്നോട് സംസാരിക്കുകയോ ചെയ്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താ ചോദിച്ചത് പിന്നെ വ്യക്തിപരമായ കാര്യങ്ങളും. ഈ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ചിലർ പറയും മൂപ്പര് ഓഫറിലെത്താൻ എന്താ പറയുക, പിന്നെ എന്ത് കാര്യം അറിയാം, ജതുബാണ്. പക്ഷേ എന്ത് ജതുബുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പോയാൽ എന്നോട് ഇവിടെ 3 പീടിയുണ്ട് ഇവിടെ ഈ സ്ഥലത്ത്. ആ പീടിയിൽ ആർക്കാ കച്ചവടം, മറ്റേ പീടിയിൽ ആർക്കാ കച്ചവടം, ഈ പീടിയിൽ ആർക്കാ കച്ചവടം ഇതൊക്കെ ചോദിക്കും. ഇന്നാളെ വിവരം എന്താ എന്നൊക്കെ ചോദിക്കും. എല്ലാ വിവരങ്ങളും ചോദിച്ചറിയും. പിന്നെ അപ്പോൾ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞ് വാപ്പനോട് പറഞ്ഞ വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അക്കാലത്ത് ഞങ്ങൾക്കൊരു കേസുണ്ടായി, വാപ്പക്ക് ഒരു സിവിൽ കേസ് ഉണ്ടായി, വയലിൻ്റെ. അങ്ങനെ അപ്പോൾ എന്നോട് അതൊരു മുസ്ലിമുമായിട്ടായി. അതുകൊണ്ട് തന്നെ അവ്യക്തമായ ഭാഷയിൽ എന്നോട് പറഞ്ഞ് കക്കാണ്ടും പിടിച്ചു പറിക്കാണ്ടൊക്കെ നമ്മളും കഴിഞ്ഞു പോകുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു എന്നോട്. എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ സ്വത്ത് വേറൊരാൾ മുസ്ലിം ഒരാൾ പിടിച്ചെടുത്തതാണ്. അപ്പോൾ അത് സിഎം വലിയൊക്കെ അറിയാം, ഞങ്ങൾ അന്യായമായിട്ട് ആൾ പിടിച്ചെടുത്താണെന്ന് അറിയാം. അത് സൂചിപ്പിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുന്നത് കക്കാണ്ടും പിടിച്ചു പറിക്കാണ്ടൊക്കെ നമ്മളും ജീവിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ആളെ പേരൊന്നും സിഎം പറഞ്ഞില്ല. പിന്നെ നമുക്ക് മനസ്സിലായി. നമുക്ക് മനസ്സിലായി. നമ്മളെ സ്വത്തല്ലേ പോയത്, 6 ഏക്കർ വയൽ സ്ഥലം. 6 ഏക്കർ. ഏതായാലും ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയായിരുന്നു. അത് അയാൾക്ക് ഒരു താല്പര്യം തോന്നി. അയാൾക്ക് അന്ന് വലിയ സ്വാധീനമുള്ള മനുഷ്യനാണ്, വലിയ സ്വാധീനമുള്ള ആൾ. അന്ന് ആൾ ചെയ്താലൊന്നും ആരും ചോദിക്കാൻ പറയാൻ ആളില്ല, അത്രയും അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതാണ് എല്ലാ കാര്യങ്ങളും ഉസ്താദിന് അറിയാം, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ.